എടോ ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ വിശ്വാസമുണ്ടായിരിക്കണം. ഖുർആൻ അല്ലാഹു പറയുകയാണ് വയദുഊനനാ റഗബൻ വറഹബാ. എങ്ങനെ ദുആ ചെയ്യുന്നവർ സാമ്പിൾ അല്ല തന്നെ പറയുന്നടോ. അല്ല തന്നെ വിശുദ്ധമായ ഖുർആനിൽ ഉദാഹരണം പറയുകയാ. വാപ്പാ നീ ചെയ്യുന്നത് പോലെയല്ല, ചെറുപ്പക്കാരാ നീ കടന്ന് നിലവിളിക്കുന്നത് പോലെയല്ല, ഉസ്താദേ ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സങ്കടം പറയുന്ന ഉമ്മ എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? നിങ്ങളെല്ലാവരും കടല് കാണാൻ പോകുന്നവരാണല്ലോ. കരുനാഗപ്പള്ളി ബീച്ചിൽ, കൊല്ലം ബീച്ചിലൊക്കെ പോകുന്നവരാണല്ലോ. സഹോദരാ, നിങ്ങൾക്ക് വെള്ളത്തെക്കുറിച്ച് അറിയുമല്ലോ. അതാ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിൻ്റെ അടുത്ത് പോകാൻ പോലും നമുക്ക് പേടിയാടോ. നമുക്കതിൻ്റെ ചാരത്ത് പോകാൻ പേടിയാണ്. എന്നാ ഉൾക്കടലിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ കടലിൻ്റെ നടുവിലേക്ക് പോയിട്ടുണ്ട് സഹോദരാ. ഞാൻ ഒരിക്കൽ പടച്ചവനെ കടലിൽ മീൻ പിടിക്കാൻ പോയി. മുകളിൽ ആകാശം, 4 ഭാഗത്തും വെള്ളമാണ്. എന്നെ പടച്ചവനെ ഭയം തുടങ്ങിയടോ. അല്ലാഹുവേ, കരയില്ല, 4 ഭാഗത്തും വെള്ളമാണ്. എനിക്ക് വല്ലാത്ത ഒരു പേടിയായി. പടച്ചവനെ അവസാനം ബോട്ടോടിക്കുന്ന ആളോട് ചോദിച്ച് എങ്ങനെയാ കര കണ്ടുപിടിക്കുക? അദ്ദേഹം വഴി പറഞ്ഞു തന്നു. അവസാനം ഞാൻ ചോദിച്ചു ഇവിടെ എത്ര ആഴമുണ്ട്? ഉസ്താദേ, ഒരു തെങ്ങിനോളം ആഴമുണ്ട് ഉസ്താദേ. കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും വല്ലാത്ത ആഴമാണ്, നടുകടലിൽ വല്ലാത്ത ആഴമാണ്. അവിടെ ഒരു മനുഷ്യൻ വീണാൽ പിന്നെ അവനെ തിരിച്ചു കിട്ടുമോ സഹോദരാ? രക്ഷപ്പെടാൻ സാധ്യതയില്ലടോ. എന്നാ പോകട്ടെ, ആ കടലിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീൻ. അത് ജീവിക്കുന്നത് കടലിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്താണ്. അത് ജീവിക്കുന്നത് കടലിന്റെ അടിത്തട്ടിലാണ്. അതാണ് ഏറ്റവും നീളമുള്ള മീന്. ലക്ഷദ്വീപിൽ വാഴന് പോയപ്പോ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്ന ഒരു മീനിന്റെ തലയും മുള്ളും ഇരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഈ ഹാളിന്റെ നീളമുണ്ടടോ. ചോദിച്ചപ്പോ പറഞ്ഞ ഉസ്താദേ ഇത് ചെറുതാണ്. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം നീളമുള്ള തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് ഒരു മനുഷ്യനെ എങ്ങാണം മീന് തിന്നാ പിന്നെ രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ സഹോദരാ? ചിന്തിക്കടോ. എന്നാ തിന്നടോ. ആ കടലിന്റെ ഉൾക്കടലിൽ കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിൽ എറിയപ്പെട്ടടോ. ആ മീനിന്റെ വയറ്റിലായടോ. പടച്ചവനെ, ഒരു വഴിയുമില്ല. മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ കടന്നുകൊണ്ട് വിളിക്കുകയാ, വനാദാ ഫിൽ ളുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോ, രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനുമില്ലാതെ വന്നപ്പോ, യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ കടലിനടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിച്ചു, വനാദാ ഫിൽ ളുലുമാത്. കടലിനടിയിൽ പോകും തോറും വല്ലാത്ത ഇരുളാണടോ. ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ കാണാടോ. കോടികൾ ചെലവഴിച്ചു പോയവർക്ക് സംഭവിച്ചത് ഞാനും നിങ്ങളും വായിച്ചവരാ സഹോദരാ. വല്ലാത്ത ഇരുളാണ്. ആ ഇരുള് മാത്രമല്ല, മീനിന്റെ വയറിനകത്തും വല്ലാത്ത ഇരുളാണ്. അവിടെ കടന്നിട്ട് വിളിക്കുന്നു, വനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, എന്തൊക്കെ കൈവിട്ടാലും, എന്തൊക്കെ സംഭവിച്ചാലും, ഏതെല്ലാം വഴികൾ അടഞ്ഞാലും നാഥാ
എന്നെ രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ലാ, നിനക്ക് കഴിയുമല്ലാ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ല തന്നെ പറയുന്നുണ്ട്, യൂനുസ് എങ്ങാണ് അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവിടെ കിടന്നേനെ. ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിനടി കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നപ്പോൾ ഒരൊറ്റ ദുആ അങ്ങോട്ട് ചെയ്തു. ആ ഒരൊറ്റ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങൾക്ക് ശേഷം കടലിൽ കിടക്കുന്ന മീന് കരയിൽ കൊണ്ടുവന്ന് ജീവനോടെ യൂനുസ് നബിയെ കക്കിയിട്ടിട്ട് പോയടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ഒരു ദുആ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഇതാണ് ദുആ, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ദുആ അല്ല. നമ്മൾ ഷോ കാണിക്കുക. ദുആ എന്ന് പറഞ്ഞാൽ അത്രത്തോളം എൻ്റെ റബ്ബ് ഞാൻ ചോദിച്ചാൽ തരുമെന്നുള്ള വിശ്വാസം ഉണ്ടാകണം നമുക്ക്. നമ്മുടെ ഈ ഉമ്മത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം നിരാശയാണ്. നിരാശ, ജീവിതത്തിൽ ഒന്നുമില്ല, ജീവിതത്തിൽ വല്ലാത്ത നിരാശയാണ് നമുക്ക്. രോഗങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, മക്കളില്ല ഉസ്താദെ, 8 കൊല്ലമായി മക്കളില്ല, 10 കൊല്ലമായി മക്കളില്ല. കഴിഞ്ഞു ഉസ്താദെ, കഴിഞ്ഞു. ഇനി പ്രസവിക്കൂല, പോയില്ലേ, 40 35 വയസ്സായി, 40 വയസ്സായി, ഇനി മക്കളുണ്ടാകില്ല. ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും, ആരാ പറഞ്ഞ 30 വയസ്സ് 40 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കൂല എന്ന് ആരാ നിന്നോട് പറഞ്ഞേ? 40 50 60 എത്ര വയസ്സാകട്ടെ, ഈ വയസ്സ് പ്രസവത്തിനൊരു തടസ്സമാണെന്ന് ആരാ പറഞ്ഞേ? അതാരെങ്കിലൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മളിങ്ങനെ നിരാശയോടെ ഇനി ഉണ്ടാകില്ല ഉസ്താദെ, കഴിഞ്ഞു. ഇങ്ങനെ ഭാര്യയും ഭർത്താവും കണ്ട മരുന്ന് മുഴുവനും കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുക ഇറച്ചിക്കോഴിയെ പോലെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിരാശ ജീവിതത്തിൽ പാടില്ല, അത് വൻപാവാ. നിരാശ എന്താ? നിനക്ക് എന്താ അള്ളാഹ്ക്ക് തരാൻ പറ്റൂലേ? അള്ളാഹ്ക്ക് വിചാരിച്ച എന്താ? നിനക്ക് മക്കളെ തന്നൂടെ, നിനക്ക് വീട് തന്നൂടെ, നിന്റെ രോഗം മാറ്റിക്കൂടെ, നിനക്ക് സമ്പത്ത് തരാൻ എന്താ അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ടാ? എടാ, അള്ളാഹ്ക്ക് ഇതൊക്കെ നിസ്സാരം. പക്ഷെ നീ നിരാശ വെക്കുന്നത് അള്ളാഹ്ക്ക് കഴിയില്ല എന്നതിനർത്ഥം, അള്ളാഹ്ക്ക് പറ്റൂല എന്നതിനർത്ഥം. അല്ല, നീ കാണിച്ചത് നീതിയല്ല എന്നതിനർത്ഥം. എൻ്റെ കൂടപ്പുറപ്പ് മീൻ കച്ചവടം ചെയ്ത് രക്ഷപ്പെട്ടു, ഞാൻ പടച്ചവനൊന്നുമില്ല. അള്ളാഹ് പടച്ചു. ഇവിടെ പിന്നെ മറ്റേ എന്താ പറയുക, ടർക്കിയും എന്താ പായൊക്കെ അല്ലേ, അത് വല്ലാത്ത കച്ചവടാട്ടോ. അള്ളാഹു വർക്കത്തിന് മാറാകട്ടെ, അള്ളാഹു വർക്കത്തിന്. പടസറബേ, ഞാൻ മറക്കൂലട്ടാ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടപ്പുണ്ടത്. ഇന്ന് അങ്ങനെ തന്നെ കിടപ്പുണ്ടാ ചങ്ങാതി. എന്തായാലും ഓൻ പറഞ്ഞ് ശരിയാ, 8 കൊല്ലം 9 കൊല്ലം ഉണ്ടായി, അങ്ങനെ തന്നെ കിടപ്പുണ്ടത് കേട്ടാ. അത് അഴിച്ചു മാറ്റാതെ അത് എത്ര നശിച്ചു അകിരടക്കട്ടെ, അവിടെ ഇട്ടേക്ക വാശി എന്ന രീതിയിൽ. ഇവിടെ അള്ളാഹു അങ്ങ് ജയിച്ച് രക്ഷപ്പെട്ടവരുണ്ടോ? മെത്ത കച്ചവടം നടത്തുന്നവരില്ലേ? എന്താ അല്ലാ അവന് മാത്രം കൊടുത്ത് എനിക്ക് തന്നില്ലല്ലോ അല്ലാ, നീ കാണിച്ച ശരിയല്ല അല്ലാ എന്നാ പറഞ്ഞതിനർത്ഥം. എന്നാ സഹോദരൻ, അങ്ങനല്ല, നിരാശ പാടില്ല. മക്കളില്ലാത്തവരോട് ഞാൻ പറയാ, നിങ്ങൾക്ക് എന്തേ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തത്? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതാ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഫലസ്തീനിലെ പള്ളിയുണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്ത് അതാ മറിയമെന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുകയാണ്. മറിയമെന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാ. ആ പെൺകുട്ടിയെ വളർത്തുന്നത് സക്കരിയ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിനകത്ത് കടന്നു ചെല്ലുമ്പോ അതാ മറിയമെന്ന് പറയുന്ന ആ പെൺകുട്ടി പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബേ, ആ പഴം മഹാനായ സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. 2, ആ പഴം പടച്ചവനെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം കഴിക്കുന്നത്. സക്കരിയ നബിക്ക് അത്ഭുതമായി. അവിടെ നിന്ന് ചോദിക്കുന്നു, മറിയമേ, ഇതെവിടെ നിന്നാ മറിയമേ? ഈ പഴം എവിടെ നിന്നാണ് മറിയമേ? മറിയം ബീവിയുടെ മറുപടി എന്തെന്നറിയോ? ഖാലതു ഹുവ മിൻ ഇൻദില്ലാ, എനിക്കെൻ്റെ റബ്ബ് തന്നതാ, എനിക്കെൻ്റെ റബ്ബ് തന്നതാ. സക്കരിയ നബിയുടെ കണ്ണ് നിറഞ്ഞടോ. പടച്ചവനെ, സീസൺ അല്ലാത്ത സമയത്ത് പഴം കൊടുക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടല്ലോ. നാട്ടിൽ പോലും രാജ്യത്ത് പോലും കിട്ടാത്ത പഴം അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമല്ലോ. വാപ്പാ, സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു വാപ്പാ. ഒരുപാട് പ്രായം
പ്രായമായി, കല്യാണം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി. സക്കരിയ നബി വൃദ്ധനായി, 100 വയസ്സിൽ പുറത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പടച്ചവരെ, ഒരുപാട് വയസ്സായി, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു, അല്ലാ പടച്ചവനെ, എനിക്ക് പ്രായമായല്ലോ, ഒരുപാട് രോഗങ്ങളുണ്ട് റബ്ബേ, എൻ്റെ എല്ലിൽ നിന്ന് മാംസം വിട്ട് കഴിഞ്ഞു അല്ലാ, എനിക്ക് മക്കളില്ല തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്, ഉണ്ടാകാൻ സാധ്യതയില്ല പടച്ചവന്, എനിക്ക് പ്രായമായി റബ്ബ്, എനിക്ക് പ്രായമായി റബ്ബ്, ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും എനിക്കുണ്ട് തമ്പുരാന്, എനിക്ക് മക്കളുണ്ടാകാൻ ചാൻസ് ഇല്ല. അതുമാത്രമല്ല, വകാനത് ഇംറഅതി ആഖിറാ, എൻ്റെ ഭാര്യയ്ക്കും പ്രായമായി പടച്ചവന്. പെങ്ങളെ, 50 കഴിഞ്ഞ 50 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ. 50 55 വയസ്സൊക്കെ ആകുമ്പോ പെണ്ണുങ്ങളുടെ മെൻസസ് പോലും നിലയ്ക്കുമടോ. ആ മെൻസസ് നിലച്ച പെണ്ണിന് മക്കളുണ്ടാകാൻ സാധ്യതയില്ല. സക്കരിയ നബി പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് 99 വയസ്സോളം അടുത്തിരിക്കുന്ന പടച്ചവന്, അവള് വൃദ്ധയാ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് 2 പേർക്കും മക്കളില്ല അല്ലാ, ഒരുപാട് തടസ്സങ്ങളുണ്ട് റബ്ബേ, പക്ഷേ നിനക്ക് പവറുണ്ട് അല്ലാ, നിനക്ക് കഴിയുമല്ലാ, ഞങ്ങൾക്കൊരു മകനെ തരാ, നിനക്ക് കഴിയുമല്ലാ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലാ. 120ഓളം വയസ്സ് പ്രായമുണ്ടെന്ന് പറ. സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ വയസ്സ് ഏകദേശം 120ഓളം വയസ്സ് പ്രായമുണ്ടല്ല. 100 വയസ്സ് കഴിഞ്ഞു. ഭാര്യക്ക് 99 വയസ്സ്. പറ, മക്കളുണ്ടാകോ? മക്കളുണ്ടാകാൻ വല്ല സാധ്യതയുണ്ടോ? ഇന്നത്തെ ഡോക്ടർമാരൊക്കെ പറയുന്ന കണക്കനുസരിച്ച് പറ, വല്ല ചാൻസും ഉണ്ടോ? ഒരു ചാൻസും ഇല്ല. അപ്പോഴാ സക്കരിയ നബി അള്ളാഹിനോട് പറഞ്ഞു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പടച്ചവനെ, എന്നാലും നിനക്ക് കഴിയും, എനിക്കൊരു മോനെ വേണം, എനിക്കൊരു മോനെ വേണം പടച്ചവനെ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ പ്രസവിക്കുമെന്നും. ഞാനും ഈ കിളവിയായ ഞാനോ? അല്ല കൊടുത്തടോ സക്കരിയ നബിക്ക് യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആ വയസ്സാം കാലത്ത് റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്ത മകന മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം. ഇതാ ദുആ, ഇതാണ് ദുആ. ഈ മക്കളില്ലാത്ത ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രയാസമുള്ള നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കണ്ട മരുന്നെല്ലാം കഴിച്ചു, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും പോയി മക്കളുണ്ടാക്കാൻ. എന്നാൽ അല്ല പറഞ്ഞ മരുന്ന് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? പാപ്പ ഖുർആനില്ലാത്ത ഏതെങ്കിലും മരുന്നുണ്ടോ? എല്ലാത്തിനും പരിഹാരം ഖുർആൻ. അള്ളാൻ്റെ ഖുർആനിൽ മരുന്നില്ലാത്ത ഒന്നുമില്ലടോ ദുനിയാവിൽ. എന്തിനും മരുന്നുണ്ട് ഖുർആൻ. മക്കളില്ലാത്തവർക്ക് ഖുർആനിൽ മരുന്നുണ്ട്, കച്ചവടം ഇല്ലാത്തവന് ഖുർആനിൽ മരുന്നുണ്ട്, എല്ലാത്തിനും ഖുർആനിൽ മരുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല മഹാനവറുകൾ കുട്ടികൾക്ക് കിതാബ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമവാ, കുടിക്കാൻ പോലും വെള്ളമില്ല, മഴയില്ല, ബുദ്ധിമുട്ടാണ്, ദുആ ചെയ്യണം തങ്ങളെ, ഒരു പരിഹാരം പറയണം. വെള്ളമില്ല അല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞോ? ഓനെ പറഞ്ഞു വിട്ടു. രണ്ടാമതൊരാൾ വന്നു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, തങ്ങളെ ഒരു വഴി പറഞ്ഞു തരണം. അസ്തഗ്ഫിറുല്ല പറഞ്ഞു. മൂന്നാമതൊരാൾ വന്നു, തങ്ങളെ മക്കളില്ല, കല്യാണം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി, മക്കളില്ല ഇല്ലേ? അസ്തഗ്ഫിറുല്ല പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ കിളി പോയതുപോലെ ഇരിക്കുക. ഇതെന്താ ഇപ്പം എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ. നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡബ്ബയ്ക്കകത്തു നിന്ന് എല്ലാത്തിനും വാരിത്തരും വർക്കത്തിന് എന്ന് പറഞ്ഞ പോലെ. ഉസ്താദ് പറഞ്ഞത് എല്ലാവരോടും അസ്തഗ്ഫിറുല്ല, മക്കളില്ല എന്ന് പറഞ്ഞവനോടും, കച്ചവടത്തിൽ ബറക്കത്ത് വേണമെന്ന് പറഞ്ഞവനോടും, വെള്ളം വേണമെന്ന് പറഞ്ഞു എല്ലാവരോടും അസ്തഗ്ഫിറുല്ല പറഞ്ഞേ. അപ്പോൾ കുട്ടികൾ നമ്മളെ പോലെ, ഇന്നത്തെ കുട്ടികളെ പോലെയല്ല. ഉസ്താദിനോട് ചോദിച്ചത്, എന്താ ഉസ്താദ് എല്ലാത്തിനും ഒരേ മരുന്നെന്ന്? അപ്പോഴാ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല മോനെ, അല്ല പറഞ്ഞതാ.
فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അള്ളയാ പറഞ്ഞ ഈ മരുന്ന്. മക്കളില്ലേ, അസ്തഗ്ഫിറുല്ലാ പറ. കച്ചവടത്തിൽ നീ അടുത്തവൻ്റെ കടയിൽ നോക്കിയിട്ട് പടച്ചോനെ അവൻ എത്തിയങ്ങാനിലാവണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ നിനക്ക് ബർക്കത്തുണ്ടാകും. സഹോദര, വെള്ളമില്ലേ, കിണറ്റിൽ വെള്ളമില്ലേ, ബുദ്ധിമുട്ടാണോ, അസ്തഗ്ഫിറുല്ലാ പറ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിരാശ പാടില്ല. ദുആ ചെയ്തുകൊണ്ടിരുന്നോ. എന്തേ നഷ്ടം? ലാഭക്കച്ചവടാടെ ദുആ. ഒരാൾ അള്ളാഹുടെ മുമ്പിൽ കൈനീട്ടി, നിന്റെ മുമ്പിൽ നീട്ടിയാൽ നീ ഇറക്കി വിടും, തരും, ചിലപ്പോൾ തരില്ല. പക്ഷെ അള്ളാഹുടെ മുമ്പിൽ നീ കൈനീട്ടിയാൽ വെറും കൈയോട് അള്ളാഹ് മടക്കൂല, 1/3 തരും. ഏത് വൃത്തികെട്ടവനാണെങ്കിലും ഏത് മുതുകുടിയനാണെങ്കിലും അള്ളാഹുടെ മുമ്പിൽ ചോദിച്ച വെറും കൈയോട് അള്ളാഹ് വിടത്തില്ല. അള്ളാഹു മാന്യന, അള്ളാഹു മാന്യന. അള്ളാഹുടെ മുമ്പിൽ കൈ നീട്ടുന്നവൻ അള്ളാഹ് വെറുതെ വിടത്തില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹ് തരും. നീ പണം വേണമെന്ന് വെച്ചാൽ പണം തന്നെ തരും. കച്ചവടത്തിൽ അഭിവൃദ്ധി അതെന്നെ വരും. സമാധാനം വേണം അതെന്നെ തരും. മക്കളെ വേണം അതെന്നെ തരും. അല്ലെങ്കിൽ പടച്ചവൻ നീ ചോദിച്ചത് തരൂല. അള്ളാഹു അത് മഹ്ശറയിലേക്ക് മാറ്റിവെക്കും. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ അള്ളാഹു ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് തരും. ഇതേതാ അള്ളാഹ് ഈ പൊതി, നീ ദുനിയാവി വെച്ച് ചെയ്ത ദ്വായാടാ, അന്ന് തന്നില്ല ഇന്ന് തരുന്നു. അപ്പം മനുഷ്യൻ പറയത്രേ, ഒരു ദ്വായും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു അടച്ചന്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ വെച്ച്, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ. ഇനി നീ ചോദിച്ചതും കിട്ടിയില്ല, ആഖിറത്തിലേക്കും മാറ്റിവെച്ചില്ല, നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറ് അള്ളാഹു തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ദ്വാ. എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും കിട്ടും. ഒരു നഷ്ടമില്ല ദുആയ്ക്ക്. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്, പ്രതീക്ഷയോടുകൂടെ ദുആ ചെയ്. എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. പടച്ചോൻ നമ്മളെ സഹായിക്കും. അള്ളാഹു ആ ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ പ്രതീക്ഷയോടുകൂടി ചെയ്, നിരാശയില്ല. അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും പടച്ചോൻ തരും. നമ്മുടെ റബ്ബല്ലേ അള്ളാഹ്. ആ ഒരു വിശ്വാസത്തോടെ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരല്ലാഹുവിനോട് വലിയ പ്രതീക്ഷയോടുകൂടി ഏത് പ്രതിസന്ധിയിലും അവർ ദുആ ചെയ്യും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 3 ഒരെണ്ണം കൂടെ കേട്ടൂടെ? കേട്ടൂടെ? പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. പിരിവില്ലാത്തതുകൊണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ കുഴപ്പമില്ല. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 3 അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ മൂന്നാമതായി പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ وكانوا لنا خشير. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവേ, അവരുടെ മുമ്പിലെങ്ങാണം പടച്ചവനെ കുറിച്ച് പറയപ്പെട്ടാൽ അല്ലാ എന്ന് പറഞ്ഞ നരകമല്ല, മരണമല്ല, ഖബറല്ല, മസ്റയല്ല, സിറാത്തല്ല, മീസാനല്ല, അല്ലാ എന്ന് പറഞ്ഞ ആരാ മുഅ്മിൻ എന്നറിയോ? ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞ അവന്റെ കണ്ണ് നിറയുമടോ, കൈകാല് വിറയ്ക്കുമടോ, ഹൃദയം കിടുങ്ങുമടോ. അല്ലാ എന്ന് പറയുമ്പോഴേ അവന് പേടിയാ. അല്ലാ
അല്ലാ എന്ന് പറയുന്നത് പോലെ പേടിയാണ്. അല്ലാ എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ആരാവുള്ളത്? കൈകാല് വിറയ്ക്കുന്ന ആരാവുള്ളത്? നമുക്ക് അല്ലാനെ പേടിയില്ലടോ, നമുക്ക് അല്ലാനെ പേടിയില്ലടോ. അല്ലാനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആകുമായിരുന്നില്ല. നമ്മൾ അഹങ്കാരികളാകില്ല, നമ്മൾ നന്ദി കെട്ടവരാകില്ല, നമ്മൾ തോന്നിവാസം ചെയ്യുന്നവരാകില്ല. അല്ലാഹുവുണ്ടെന്നൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു സഹോദരാ? നമുക്ക് അല്ലാഹനെ കുറിച്ച് അറിയില്ലടോ, നമുക്ക് അല്ലാഹനെ കുറിച്ച് പോലും അറിയില്ലടോ. ഇരിക്കുന്നവരോട് നിങ്ങളുടെ അയൽവാസിയായ ഒരു ഹൈന്ദവ വിശ്വാസി ചോദിക്കുന്നു, ആരാ അല്ലാഹ്? എനിക്ക് അല്ലാഹനെ കുറിച്ചൊന്ന് പറഞ്ഞതാ. എന്തറിവുണ്ട് വാപ്പാ? ഈ തഴമ്പും താടിയും തൊപ്പിയുമുള്ള മുസ്ലിമേ, നിനക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിയാ? നീ 5 മിനിറ്റ് പറയും, അത്രയേ നിനക്കറിയൂ. നിനക്ക് പോലും അല്ലാഹനെ കുറിച്ച് അറിയില്ല. അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ ഒരിക്കലും നമ്മൾ കള്ളു കുടിക്കൂല, നമ്മൾ ഒരിക്കലും വ്യഭിചരിക്കൂല, നമ്മൾ ഒരിക്കലും പലിശ തിന്നൂല, നമ്മൾ ഒരിക്കലും അഹങ്കാരം കാണിക്കൂല, നമ്മൾ ഒരിക്കലും ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കില്ലോ. വഴുത കേൾക്കുന്ന പെങ്ങള് എന്തൊരഹങ്കാരമാ മോളെ. ഇന്നത്തെ യുവതലമുറയോട് പറയുകയാണ്, ഉസ്താദേ നിങ്ങളൊക്കെ എത്ര വഴുത പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല, ഞങ്ങൾ മാറൂല. ഉസ്താദേ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവത്വമേ, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇന്നത്തെ യുവതലമുറ കാണിക്കുന്നത്. പറയുന്നവനെ കളിയാക്കുകയാണ്, പറയുന്നവനെ പരിഹസിക്കുകയാണ്. സഹോദരാ മോനെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന എൻ്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ മക്കള്, ഞങ്ങൾക്കൊന്നും ഒന്നുമില്ലടാ മോനെ. നിന്റെ അവസ്ഥയോർത്ത് സങ്കടമല്ലാതെ സഹതാപമല്ലാതെ ഒന്നുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിച്ചോ. അല്ലാഹുവേ നടുറോഡിലൂടെ ആണാകട്ടെ പെണ്ണാകട്ടെ, അതാ ചെറുപ്പക്കാര് മുണ്ട് മടക്കി കുത്തി അടിയിൽ കിടക്കുന്നത് പോലും വെളിയിൽ കാണുന്ന രീതിയിൽ, എടാ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താടാ ചെറുപ്പക്കാരോ. നാട്ടുകാർക്ക് മുഴുവനും നിന്റെ തൊട പ്രദർശനം നടത്തുന്ന യുവാക്കളുണ്ടല്ലോ, തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. വേണമെങ്കിൽ വാഴകടിഞ്ഞിറങ്ങി പോകുമ്പോ ഈ പറഞ്ഞവന്റെ മുമ്പിൽ മുണ്ടു മടക്കി കുത്തി ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ചെറുപ്പക്കാരെ കാണാ. സങ്കടമില്ലടാ മോനെ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിൽ വിശ്വാസമുണ്ടല്ലോ. ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ. എടാ ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിലെ അവസാനത്തെ ആയത്ത് നിനക്കറിയോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇനി അവസാനത്തെ ആയത്ത് അറിയോ? അല്ലാഹുവിന്റെ ഖുർആനിലെ അവസാനത്തെ ആയത്ത് കൂടെ പഠിക്കണം. എന്തായത്തെന്നറിയോ? അതൊരു ഭീഷണിയാടാ ചങ്ങാതി. നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, നീ എന്ത് വേണമെങ്കിലും നടന്നോ, ഒരു കുഴപ്പമില്ല. കള്ളു കുടിക്കണോ ഒക്കെ എൻ്റെ ഇഷ്ടം. കാലം മാറി, അതൊക്കെ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ വീട്ടിൽ പോയി വഴുതു പറയണ കാലമൊക്കെ മാറി മോനെ. വരുന്നവനായി പറഞ്ഞു കൊടുക്കണ്ടേ. അതിൻ്റെ സഹോദരൻ അല്ല പറയുക, ഇങ്ങനെ വേണമെങ്കിലും നടന്നോ, പക്ഷെ നീ ഓർത്തു വെച്ചോ, ഓൻ തോടിയ എവിടെ വരെ ഓടും. നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ, ഓൻ തോടിയ എവിടെ വരെ ഓടും. ഒരു പരിധി ഉണ്ടടാ മോനെ. അല്ലാഹ് പറയുകയാണ്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാ? സാന എൻ്റെ മുമ്പിൽ തന്നെ നിന്നെ ഞാൻ കൊണ്ടുവരും, നീ ഓർത്തു വെച്ചോ. അല്ലാഹ് പറയാ, നീ എവിടെ പോയാലും നിന്നെ എൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുവിടാ. അന്ന് കാണിച്ചു തരാൻ ഞാൻ ആരാണെന്ന്. അള്ളാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹിനെ ഭയന്ന് ജീവിക്ക്. ചെറുപ്പക്കാരോട് പറയുന്നു, ദീൻ വേണം നമുക്ക്. വാഴ്ന്നു വെക്കാൻ മാത്രമല്ല, പറയുന്നവനും വെക്കുന്നവനും എല്ലാം ദീനുണ്ടാകണം. നമ്മൾ തന്നെ മാതൃകയാക്കണം. വയലുകൾ മാത്രമായിട്ട് കാര്യമില്ലടോ, അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ വെക്കുന്നവനും ദീനുണ്ടാകണം, പറയുന്നവനും ദീനുണ്ടാകണം, കേൾക്കുന്നവനും ദീനുണ്ടാകണം. അപ്പോഴാ വയലു പ്രയോജനമുണ്ടാകുന്നത്.
അല്ലാതെ പടച്ചവനെ മറ്റുള്ളവന് പറയാൻ പറ്റുന്ന രീതിയിലാകരുത്. നമ്മുടെ ദീനുണ്ടാകണം. ദീനിനാണ് പരിഗണന. ഏത് വിഷയത്തിനും ദീനിനാണ് പരിഗണന. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കുമ്പോഴും ദീൻ പരിഗണിക്കാൻ പറയുന്നത്. കല്യാണത്തിന് പോകുമ്പോൾ പറയാറുണ്ട്, ഈ പെണ്ണുങ്ങൾ ചോദിക്കുക, എന്തിനാ ഉസ്താദെ ഞങ്ങളെ മാത്രം ഇങ്ങനെ പറയണേന്ന്. ഇവർ വിചാരിക്കണത് വാഴ് പറഞ്ഞ ഉസ്താദന്മാർക്ക് ഇവരോടൊന്നും വൈരാഗ്യം ഉണ്ടെന്ന്. സ്വർണം തരാത്തോണ്ടാ? അല്ല. പെണ്ണുങ്ങളോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല. സഹോദരിമാരെ, നിങ്ങൾ നന്നാകണം. നിങ്ങൾ നന്നായാൽ പടച്ചവനെ വീട് നന്നായത് അതുകൊണ്ടാ. പെണ്ണുങ്ങൾ നന്നായാൽ തന്നെ വീട് നന്നാകും. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറവാക്ക. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിന്റെ പെണ്ണും പിള്ളയ്ക്ക് ദീനില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. നീ എത്ര വലിയ തങ്ങളാണെങ്കിലും മഹാനാണെങ്കിലും ആലിമാണെങ്കിലും പെണ്ണും പിള്ള ശരിയല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സംശയമുണ്ടോ? ഞാൻ തെളിവ് തരാം. നീ എത്ര വലിയ ആളാണെങ്കിലും ഖത്തീബ പള്ളിയില് വയല് പറയുന്നവനാ അല്ലെങ്കിൽ തങ്ങളാ, നീ ആരുമാവട്ടെ, കെട്ടിയ പെണ്ണ് നല്ലവളല്ലെങ്കിൽ നിന്റെ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. കൂട്ടുകാരൻ നൂഹിൻ്റെ പേരല്ല പറഞ്ഞ്, ഒരു പ്രവാചകൻ്റെ പേരാ പറഞ്ഞ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. എത്ര വർഷം ദഅവത്ത് നടത്തി? ഉറക്കപ്പറ, എത്ര വർഷം? 950 കൊല്ലം അള്ളാഹയെക്കുറിച്ച് പറഞ്ഞ നബി. അതുപോലെ ഒരു നബിയും പറഞ്ഞിട്ടില്ല. ആ നബിയുടെ ഭാര്യ മുസ്ലിമായോ? പറ, മുസ്ലിമായോ? ഇല്ല. ആ നൂഹ് നബിയുടെ ഭാര്യക്ക് അള്ളാഹനെ വിശ്വാസമില്ലായിരുന്നു. തൻ്റെ പൊന്നുമകൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ, എടാ കേറടാ, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഈ കപ്പലിൽ കേറടാ, രക്ഷപ്പെടടാ, വാപ്പാടെ പണി നോക്കിക്കോളാൻ. പ്രവാചകനായ പിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഓൻ പറയുക, ചാവുക വെള്ളത്തിൽ, വാപ്പ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും, ഉപ്പൻ്റെ പണി നോക്കിക്കോളാൻ. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, മോനെ ഉപ്പച്ചി വിളിക്കും, ഉപ്പൻ്റെ പണി നോക്കിക്കോളാൻ. മുങ്ങി ചത്തുപോയടോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.